വിവാദങ്ങൾക്കിടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന UGC കരടുമായി ബന്ധപ്പെട്ട ദേശീയ കൺവെൻഷൻ ഇന്ന് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാഭ്യാസ മന്ത്രിമാരടക്കം പങ്കെടുക്കുന്ന കൺവെൻഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കൺവെൻഷന്റെ മാർഗനിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച സർക്കുലറിനെ ചൊല്ലി തർക്കമുയർന്നെങ്കിലും സർക്കാർ ഗവർണർക്ക് വഴങ്ങി. മുഹമ്മദ് ആഷിഖുണ്ട് വിവരങ്ങൾ നൽകാനായി. ആഷിഖ്, UGC കരട് അത് സ്വാഭാവികമായും സർവകലാശാലകളിലെ സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കുന്നതാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. എന്തായാലും ഇത്തരമൊരു ദേശീയ കൺവെൻഷൻ നടക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ സർക്കാരിന് UGC കരടിനെതിരായ എന്നുള്ള ആ ഭാഗം വെട്ടിക്കളയേണ്ടതായി വന്നിട്ടുണ്ട്. എന്തായാലും ദേശീയ കൺവെൻഷനാണ്, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളടക്കം പങ്കെടുക്കുന്നതാണ്. എപ്പോഴാണ് പരിപാടി? അതിൻ്റെ ഒരു സമകാലിക പ്രസക്തി. ജൽസി, വിവിധ മേഖലകളിൽ ഫെഡറൽ തത്വങ്ങൾക്കെതിരായി കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകളുടെ തുടർച്ച എന്ന നിലയിലാണ് പുതിയ UGC കരട് ഭേദഗതിയെ സംസ്ഥാന സർക്കാർ വിലയിരുത്തുന്നത്, പ്രതിപക്ഷ കക്ഷികൾ വിലയിരുത്തുന്നത്. അതിനെതിരെ കടുത്തമായ പ്രതിഷേധം രൂപപ്പെടുത്തിക്കൊണ്ട് വരുവാനാണ് രാജ്യത്താകെയുള്ള പ്രതിപക്ഷ കക്ഷികൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി കൊണ്ടുകൂടിയാണ് കേരളത്തിൽ നിന്ന് ഈ തരത്തിൽ ഉയർന്നു വരുന്ന പ്രതിഷേധം. UGC കരട് ഭേദഗതിക്കെതിരെ കേരള നിയമസഭ ഐക്യകണ്ഠേന ഒരു പ്രമേയം പാസാക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ച എന്ന നിലയിൽ രാജ്യത്തെ ഒട്ടാകെയുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാരെ അടക്കം സംഘടിപ്പിച്ചുകൊണ്ട്, വിദ്യാഭ്യാസ വിചക്ഷണരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു പ്രത്യേക കോൺക്ലേവ് കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്ന് നേരത്തെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അറിയിച്ചിട്ടുള്ളതാണ്. ആ പ്രഖ്യാപനത്തിന്റെ തുടർച്ച എന്ന നിലയിലാണ് ഇന്ന് കൺവെൻഷൻ നടക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാഭ്യാസ മന്ത്രിമാർ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലെ സർവകലാശാലകളിൽ നിന്നുള്ള VC-മാരുണ്ട്, ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്. അങ്ങനെ സമഗ്രമായ ഒരു കൺവെൻഷൻ സംഘടിപ്പിച്ച് പുതിയ UGC കരടിനെതിരെ ഒരു പൊതു അഭിപ്രായം രൂപപ്പെടുത്തിക്കൊണ്ടുവരിക എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നത്. എന്നാൽ ഈ കൺവെൻഷൻ പുതിയ ഗവർണർ രാജേന്ദ്ര അർലേക്കറുമായി സംസ്ഥാന സർക്കാർ ആദ്യമായി ഇടയുന്ന ഒരു സംഭവം ഉണ്ടാക്കി തീർത്തു എന്നുള്ളതാണ്. അതിന് കാരണമായത് VC-മാർ, സംസ്ഥാനത്തെ സർവകലാശാലകളിലെ VC-മാരോട് കൺവെൻഷനിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി പുറപ്പെടുവിച്ച സർക്കുലറാണ്. അതിൽ UGC കരടിനെതിരായ കൺവെൻഷൻ എന്ന പരാമർശം ചട്ടവിരുദ്ധമാണ് എന്ന് കാണിച്ചുകൊണ്ട് ഗവർണർ ശക്തമായ നിലപാടെടുക്കുകയും മുഖ്യമന്ത്രിയെ ഇതുമായി ബന്ധപ്പെട്ടുള്ള എതിർപ്പ് അറിയിക്കുകയും ചെയ്തു. തുടർന്ന് സർക്കാർ ഇതിൽ ഒരു പിന്നോട്ട് പോക്ക് നടക്കുന്നു. ഈ സർക്കുലറിൽ UGC കരടിനെതിരെ എന്ന പരാമർശം മാറ്റി UGC കരടിൽ എന്ന പരാമർശം ഉൾപ്പെടുത്തിക്കൊണ്ട് സർക്കുലർ ഇറക്കുകയും VC-മാരോട് ഈ കൺവെൻഷനിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഗവർണറുടെ നിലപാട് VC-മാർക്ക് സ്വമേധയാ ഈ കൺവെൻഷനിൽ പങ്കെടുക്കാം, അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം കൺവെൻഷനിൽ പങ്കെടുക്കാമെന്നാണ്. എന്നാൽ നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കേരളത്തിലെ പ്രധാനപ്പെട്ട സർവകലാശാലയിലെ പല VC-മാരും ഈ കൺവെൻഷൻ എത്തുകയില്ല എന്നുള്ളതാണ്. കേരള സർവകലാശാല, കാലിക്കറ്റ് സർവകലാശാല, കണ്ണൂർ സർവകലാശാല അടക്കമുള്ള സർവകലാശാലകളിലെ VC-മാർ ഈ കൺവെൻഷനിൽ ഇന്ന് എത്തിച്ചേരുകയില്ല. ഏതായാലും ഇന്ന് 10 മണിക്ക് ശങ്കരനാരായണ തമ്പി ഹാളിൽ വെച്ച് ഈ കൺവെൻഷൻ നടക്കും എന്നുള്ളതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യപ്രഭാഷണം നടക്കും. റവന്യൂ മന്ത്രി R രാജനും പ്രധാനപ്പെട്ട പ്രഭാഷണം നടക്കും. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാർ പങ്കെടുക്കുന്നത് പഞ്ചാബിൽ നിന്നുള്ള, തമിഴ്നാട്ടിൽ നിന്നുള്ള, തെലങ്കാനയിൽ നിന്നുള്ള ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാരും ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതേ സമാനമായ മാതൃകയിൽ കഴിഞ്ഞ ദിവസം തെലങ്കാനയിൽ വെച്ച് ഒരു കൺവെൻഷൻ നടക്കുകയും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ആ കൺവെൻഷനിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഏതായാലും രാജ്യവ്യാപകമായി UGC കരട് ചട്ടത്തിനെതിരായി ഉയർന്നു വരുന്ന ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി സംസ്ഥാനവും ആ രീതിയിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. സർക്കാർ തന്നെ ആ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നു എന്നുള്ളത് സവിശേഷമായ ഒരു സാഹചര്യമാണ്. കേന്ദ്ര സർക്കാരിന്റെ ഒരു നീക്കത്തിനെതിരെ സംസ്ഥാന സർക്കാർ ഒരു മൂവ്മെന്റ് ഔദ്യോഗികമായി തന്നെ സംഘടിപ്പിക്കുന്നു എന്നുള്ള സവിശേഷമായ ഘട്ടമുണ്ട്. സർക്കാരും ഗവർണറും തമ്മിൽ ഏറ്റുമുട്ടുന്നതിനുള്ള ആദ്യ സാഹചര്യം ഒരുക്കി എന്ന സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യവും ഈ കൺവെൻഷനുണ്ട് എന്നുള്ളതാണ് ജിൽസി പ്രധാനപ്പെട്ടത്. തീർച്ചയായിട്ടും. എന്തായാലും UGC കരട് കൺവെൻഷനുമായ ഒരു സംസ്ഥാന നേതൃത്വം തന്നെ രംഗത്തെത്തുമ്പോൾ അത് കേന്ദ്ര നയത്തിനെതിരായ, UGC നയത്തിനെതിരായ ഒരു വെല്ലുവിളി തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ അത്തരം രാഷ്ട്രീയ പ്രസക്തിയുള്ള ഒരു കൺവെൻഷനാണ്. അതും ദേശീയ കൺവെൻഷൻ, മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളടക്കം പങ്കെടുക്കുന്ന ഒരു കൺവെൻഷനാണ് കേരളം ഇന്ന് നേതൃത്വം നൽകുന്നത്.